പാലം നിലംപൊത്തിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാരിനെതിരെ മങ്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കഴിഞ്ഞ പ്രളയത്തിലാണ് മങ്കര പെരുമഞ്ചിറ പാലം നിലംപൊത്തിയത്. മങ്കരയിൽ നിന്നും കേരളശ്ശേരി കോങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. നിരവധി വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് കൂടിയാണ്. തോട്ടുപാലം തകർന്നതോടെ ഒരു വർഷമായി ഈ വഴിയുള്ള ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഓരം ചേർന്ന് കടന്നുപോകുന്നത്. വർഷം ഒന്നായിട്ടും പാലം നവീകരിക്കാൻ സർക്കാർ അനുവാദം ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ അനുമതി ലഭിക്കാത്തതിനാലാണ് കാലതാമസമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് അനുമതി ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഉടൻ പാലം പണി ആരംഭിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ ദയനീയമായ അനാസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാലത്തിന് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ മങ്കര പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ പരമാവധി ചെയ്ത് തീർത്തുകൊണ്ട് അതിനെ അധികൃതരുടെ കയ്യിലേക്ക് ആ രേഖകളെല്ലാം കൈമാറിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരും MLAയും ഉൾപ്പെടെ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ടും അതിൻ്റെ കാലതാമസം കൊണ്ട് മാത്രമാണ് ഈ പാലം ഇനിയും നിർമ്മിക്കാത്തത്. മണ്ഡലം പ്രസിഡന്റ് N. അച്യുതൻകുട്ടി, VK രമേശ്, മുഹമ്മദ്, KC സന്തോഷ്, പഞ്ചായത്ത് അംഗം KB വിനോദ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ പഞ്ചായത്ത് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടെന്നും സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് കാലതാമസം നേരിടുന്നതെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അറിയിച്ചു. അതുകൊണ്ട് തന്നെ അത് ഈ വർഷത്തെ വർക്കില് ഉൾപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പാലക്കാട്ട് നിന്നും തിരുവനന്തപുരത്ത് സിയുടെ ഓഫീസിൽ ഈ ഫയൽ എത്തി ഇരിക്കുകയാണ്. 90 ലക്ഷം രൂപ ആവശ്യമുള്ളതുകൊണ്ട് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഈ പാലം പണിയുന്നതിനായിട്ട് കഴിയുകയുള്ളൂ. പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, പഞ്ചായത്തിന്റെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പഞ്ചായത്ത് ഭരണം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 90 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പാലം പണിയെടുക്കാൻ പഞ്ചായത്തിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി MLA ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഈ 90 ലക്ഷം രൂപ പാസാക്കി ഈ വേനൽക്കാലത്ത് തന്നെ ഈ പണി പൂർത്തീകരിച്ചാൽ മാത്രമാണ് അടുത്ത വർഷത്തേക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല.